ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്. അപ്പോൾ ഇന്ന് ഈദിൻ്റെ സ്പെഷ്യലായിട്ട് രാവിലെ തന്നെ നമ്മൾ ചായ കുടിച്ചു. പിന്നെ ബിരിയാണിക്കുള്ള പ്രിപ്പറേഷനിലാണ്. ഞാനിങ്ങനെ അരി ഇങ്ങനെ വറുത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുക. ബിരിയാണി നല്ല ടേസ്റ്റാണ്. ഗീലിങ്ങനെ നല്ല അരി നന്നായി വറുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കി. പിന്നെ ഞാൻ ഫിഷ് ബിരിയാണി ആട്ടോ ഉണ്ടാക്കിയത്. നല്ല ആവോലി ഫിഷാണ്. നമ്മൾ നെയ്ച്ചോറ് റെഡിയായി. ഇനി ഞാൻ ആദ്യമേ മസാല ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നു. അപ്പോൾ മസാല ഇട്ട് നമുക്ക് നന്നായിട്ട് ദം ചെയ്യാം. മസാല ഇട്ട് മേലെ റൈസും ഇട്ടിട്ടാണ് കേട്ടോ ദമ്മാക്കുക. അങ്ങനെ നമ്മൾ ദം പരിപാടിക്ക് കഴിഞ്ഞ് ലാസ്റ്റ് മേലയിലുള്ള ഡെക്കറേഷൻസാണ്. കുറച്ച് ഗരം മസാല, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, പിന്നെ മല്ലിച്ചപ്പ്, പിന്നെ ഉള്ളി നന്നായിട്ട് വറുത്തെടുത്തതും, പിന്നെ മേലെയാണ് ഫിഷ് വെച്ച് കൊടുക്കുന്നത്. കാരണം ആവോലി സോഫ്റ്റ് മീനായതുകൊണ്ട് തന്നെ വേഗം പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മേലെ വെച്ച് അങ്ങനെ ബിരിയാണി റെഡിയായി. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ആയിട്ട് പുറത്തിറങ്ങി. റൂമിൻ്റെ പുറത്ത് തന്നെ ഇറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ മക്കളതും എൻ്റെതൊക്കെ കുറച്ച് ഫോട്ടോസ് എടുത്തു. അടിപൊളി. നിങ്ങളെല്ലാവരും നന്നായിട്ട് ഈദ് എൻജോയ് ചെയ്തണോ? ട്രിപ്പൊക്കെ പോയിനോ എന്ന് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ എൻ്റെ ഫ്രണ്ട് ഷാർജയിലുണ്ടായിരുന്നു, അപ്പോൾ അവളുടെ റൂമിലേക്ക് പോയി. ഫോട്ടോഷൂട്ടും പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഒരു 4 മണി 4:30 ആകുമ്പോൾ നമ്മൾ നേരെ ഷാർജയിലേക്ക് വിട്ടു. ഫുഡ് ചെയ്താൽ ഞാൻ ആദ്യമേ പ്രിപ്പറേഷൻ ചെയ്തതാണ്. അലീസ ഉണ്ടായിരുന്നു, പിന്നെ തൈര്, പിന്നെ ഫ്രൂട്ട്സായിട്ട് വത്തക്ക, തണ്ണിമത്തൻ എന്നൊക്കെ പറയും ചില നാട്ടിൽ. പിന്നെ നല്ല ഫിഷ് ബിരിയാണി, നല്ല അടിപൊളി, നന്നായിട്ട് കഴിച്ച്. പിന്നെ ഡെസേർട്ടായിട്ട് ടെൻഡർ കോക്കനട്ട് പുഡിങ്ങാണ് ഞാൻ ഉണ്ടാക്കിയത്. സൂപ്പറായിരുന്നു. ഓക്കെ, ഇൻഷാ അല്ലാ. ഓക്കെ, ബൈ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.